Halfway up the tree, I had built a small platform on which I would often spend the afternoon when it wasn't too hot. Halfway up the tree, മരത്തിൻ്റെ പകുതിയിൽ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം, ഞാനൊരു പ്ലാറ്റ്ഫോം, ഒരു തട്ട് നിർമ്മിച്ചിരുന്നു. മരത്തിൻ്റെ പകുതിയിൽ ഞാനൊരു തട്ട് നിർമ്മിച്ചിരുന്നു. ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദി ആഫ്റ്റർനൂൺ വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്. അധികം ചൂടില്ലാത്ത ദിവസങ്ങളിൽ, ഉച്ചയ്ക്ക് ശേഷമുള്ള അധികം ചൂടില്ലാത്ത ദിവസങ്ങളിൽ ആ തട്ടിലായിരുന്നു, പ്ലാറ്റ്ഫോമിലായിരുന്നു ഞാൻ എൻ്റെ സമയം ചെലവഴിച്ചിരുന്നത്. I could read there, propping myself up against the bole of the tree with a cushion taken from the drawing room. ഡ്രോയിങ് റൂമിൽ നിന്നെടുത്ത ഒരു കുഷ്യൻ ഞാൻ ആ മരത്തിൽ ചാരി വെച്ചിരുന്നു. ആ കുഷ്യനിൽ ചാരി കിടന്നാണ് ഞാൻ പുസ്തകങ്ങളൊക്കെ വായിച്ചിരുന്നത്. അപ്പം മരത്തിൻ്റെ പകുതിയിൽ ഞാനൊരു പ്ലാറ്റ്ഫോം തട്ട് നിർമ്മിച്ചിരുന്നു. ആ തട്ടിലിൽ ഒരു കുഷ്യൻ ചാരി വെച്ചിട്ട് ആ കുഷ്യനിൽ ചാരി കിടന്നുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിരുന്നത്, പുസ്തകങ്ങൾ വായിച്ചിരുന്നത്. ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദി മൗഗ്ലി സ്റ്റോറീസ്. ഞാൻ ഇവിടെ ഇരുന്ന് വായിച്ച പുസ്തകങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ്, പിന്നെയോ ആൻഡ് ദി നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബറോസ് ആൻഡ് ലൂയിസ മേ ആൽകോട്ട്. എഡ്ഗാർ റൈസ് ബറോസിൻ്റെ നോവൽസുകൾ, അതുപോലെ തന്നെ ലൂയിസ മേ ആൽക്കോട്ടിൻ്റെ നോവൽസുകൾ, മേൽപ്പറഞ്ഞ ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ്, ഇവയൊക്കെയായിരുന്നു ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന്, തട്ടിൻ്റെ മുകളിൽ നിന്ന് വായിച്ച പുസ്തകങ്ങൾ. When I did not feel like reading, I could look down through the banyan leaves at the wall below, at grandmother hanging up or taking down the washing, at the cook quarreling with a fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. When I did not feel like reading, ഇനി എനിക്ക് വായിക്കാൻ തോന്നാത്ത നേരത്ത്, വായിക്കാൻ ഇഷ്ടമില്ലാത്ത സമയത്ത്, I could look down through the banyan leaves at the world below. ഞാൻ എന്ത് ചെയ്യും, ബനിയൻ ട്രീയിലെ ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് താഴെ നടക്കുന്ന കാഴ്ചകളൊക്കെ കാണും. At grandmother hanging up or taking down the washing. അപ്പോൾ താഴെ നടക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഗ്രാൻഡ് മദർ അലക്കിയ തുണികളൊക്കെ വിരിക്കുന്നതും അവിടെ നിന്ന് എടുക്കുന്നതും കാണാം. അറ്റ് ദി കുക്ക് ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ. കുക്ക് പച്ചക്കറി വിൽപ്പനക്കാരനുമായിട്ട് വാദിക്കുന്നത്, തർക്കിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ് വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. ഇനി ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഗാർഡനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ മാരിഗോൾഡ് ഉണ്ടായി വന്നിട്ടുണ്ട്, ഇന്ത്യൻ മാരിഗോൾഡ് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ, അത് ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമല്ല, അപ്പോൾ അതിനെതിരെ ഗ്രാൻഡ് ഫാദർ പിറുപിറുക്കുന്നതും കുട്ടി എവിടെ നിന്ന് കാണും, ഈ മരത്തിൻ്റെ, ആൽമരത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് കാണും. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഗ്രാൻഡ് മദർ ഡ്രസ്സ് അലക്കിയിടുന്നതും അവിടെ നിന്ന് എടുക്കുന്നതും കാണാം. കുക്ക് ഫ്രൂട്ട് വെൻഡറുമായിട്ട്, പച്ചക്കറി വിൽക്കുന്ന ആളുമായിട്ട് തർക്കിക്കുന്നത് കാണാം. ഗ്രാൻഡ് ഫാദർ പിറുപിറുക്കുന്നത് കാണാം. ഗ്രാൻഡ് ഫാദർ പിറുപിറുക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് മോഡൽ ഗാർഡനിൽ അവിടെ ഇവിടെയൊക്കെ ഇന്ത്യൻ മാരിഗോൾഡ് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ, അത് ഗ്രാൻഡ് ഫാദർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫാദർ പിറുപിറുക്കുന്നതും കുട്ടി കാണുന്നുണ്ട്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. പൊതുവേ ബനിയൻ ട്രീയിൽ ഇരിക്കുമ്പോൾ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല കുട്ടി ഇതുവരെ. അപ്പോൾ ഇതുവരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊന്നും, സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കുട്ടി പറയുകയാണ്. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. പക്ഷേ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം അത്രത്തോളം എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള, അതിശയം നിറഞ്ഞ, അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ച കുട്ടി ആൽമരത്തിൻ്റെ മുകളിലിരുന്ന് കാണണം. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. That was the time. എന്താണ് കുട്ടി കണ്ട കാഴ്ച എന്ന് നോക്കുക. I saw a mongoose and a cobra fight to death in the garden. മരത്തിന് നേരെ താഴെയായിട്ട് ഒരു കോബ്രയും ഒരു മംഗൂസും മരണം വരെ പോരാടുന്ന ഒരു കാഴ്ചയായിരുന്നു ഞാൻ മരത്തിലിരുന്ന് കണ്ട ആ അതിശയിപ്പിക്കുന്ന കാഴ്ച. While I sat directly above them in the banyan tree. ഞാൻ അവർക്ക് നേരെ മുകളിലാണ്, ബനിയൻ ട്രീയിൽ നേരെ മുകളിൽ. അവർ താഴെ പോരാടുന്നുണ്ട്, അതിന് നേരെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു കാഴ്ച എനിക്ക് കിട്ടി എന്ന് പറയാണ് കുട്ടി. It was an April afternoon.
കുട്ടി ആ കാഴ്ച കണ്ട സമയം ഒരു ഏപ്രിൽ മാസത്തിലായിരുന്നു. ഏപ്രിൽ മാസത്തിലെ ഒരു ആഫ്റ്റർനൂണിലായിരുന്നു, ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സമയത്തായിരുന്നു കുട്ടി ആ കാഴ്ച കണ്ടത്. ആൻഡ് ദി വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻറ്റ് എവരി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോസ്. വേനൽക്കാലം വരാനായതുകൊണ്ട് തന്നെ നല്ല ചൂട് കാറ്റടിക്കുന്നുണ്ട്. ഈ കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും, ഗ്രാൻഡ് ഫാദർ അടക്കം എല്ലാവരും വീടിനകത്തായിരുന്നു. ചൂട് കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് വീടിനകത്തായിരുന്നു ഗ്രാൻഡ് ഫാദർ അടക്കമുള്ള ആളുകൾ. പക്ഷെ കുട്ടി മാത്രം എവിടെയാണ്? ഈ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. ഈ സമയത്ത് ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ്, കുട്ടിക്ക് തന്നെ ഒരു ക്ഷീണം തോന്നി തുടങ്ങിയ ഒരു സമയമായിരുന്നു അത്. ഒരു ഉറക്കം, ക്ഷീണമൊക്കെ തോന്നി തുടങ്ങിയ സമയം. ആൻഡ് ഐ വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. വീടിന് പുറകിലുള്ള കുളത്തിൽ പോയി ഒന്ന് നീന്തിയാലോ കുളിച്ചാലോ എന്നൊക്കെ കുട്ടിക്ക് തോന്നി തുടങ്ങിയാണ്. കാരണം നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ. വെൻ, അപ്പോഴാണ് ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംബ് ഓഫ് കാക്ടസ്. കള്ളിമുൾ ചെടികൾക്കിടയിൽ നിന്ന് ഒരു കറുത്ത വലിയ കോബ്ര ഇങ്ങനെ ഇഴഞ്ഞു വരുന്നത് കുട്ടി കാണുന്നത്. കുട്ടി പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണ്. ആൽമരത്തിൽ പകുതിയിൽ നിർമ്മിച്ച പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണ് കുട്ടി. ആ സമയത്ത് കുട്ടി കാണുന്ന കാഴ്ചയാണെന്ത്? താഴെ കള്ളിമുൾ ചെടിയുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വലിയ ഹ്യൂജ് ബ്ലാക്ക് കറുത്ത കോബ്ര, മൂർഖൻ പാമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? കള്ളിമുൾ ചെടിയിൽ ഇടയിൽ നിന്നിങ്ങനെ പുറത്തേക്ക് ഇഴഞ്ഞു വരുന്നുണ്ട്. കുട്ടി നേരെ മുകളിലിരിക്കുന്നുണ്ട്. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. ഈ കോബ്ര, മൂർഖൻ പാമ്പ് തണുത്ത സ്ഥലം അന്വേഷിച്ച് വരികയാണ്. ചൂടുള്ള സമയമാണെന്ന് മേൽ പറഞ്ഞല്ലോ. അപ്പോൾ കോബ്ര തണുത്ത കൂളർ പാർട്ട്, തണുത്ത ഭാഗം, ആ ഗാർഡനിൽ എവിടെയെങ്കിലും തണുപ്പുള്ള ഭാഗം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് കോബ്ര വരുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം കോബ്ര, മൂർഖൻ പാമ്പ് പുറത്തേക്ക് വന്ന അതേ സമയത്ത് എ മംഗൂസ് എമേർജ്ഡ് ഫ്രം ദ ബുഷസ് ആൻഡ് വെന്റ് സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര. അതേ സമയം തന്നെ ഒരു കീരിയും മറുഭാഗത്തുനിന്ന് വന്നു തുടങ്ങി. എമേർജ്ഡ് ഫ്രം ദ ബുഷസ്, അപ്പുറത്തെ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നാണ് ആര് വരുന്നത്? കീരി വരുന്നത്. വെന്റ് സ്ട്രേറ്റ് ഫോർ ദ കോബ്ര. ഈ കീരി എന്ത് ചെയ്തു? നേരെ കോബ്രൻ്റെ അടുത്തേക്ക് പോയി, മൂർഖൻ്റെ അടുത്തേക്ക് നേരെ പോവാണ്. അപ്പം കോബ്രയും മംഗൂസും കീരിയും തമ്മിൽ മുഖാമുഖം ഇപ്പോൾ കണ്ടുമുട്ടും. അവിടെയാണ് ഈ പാരഗ്രാഫ് അവസാനിക്കുന്നത്. ഓക്കെ. In a clearing beneath the tree in bright sunshine they came face to face. ഞാൻ മരത്തിന് മുകളിലിരിക്കുകയാണ്. താഴെ വളരെ വ്യക്തമായ രീതിയിൽ നല്ല തെളിഞ്ഞ പ്രകാശത്തിൽ അവരെന്ത് ചെയ്തു? മുഖാമുഖം വന്നു. കീരിയും മൂർഖനും മുഖാമുഖം വരികയാണ്. Cobra knew only too well that the grey mongoose 3 feet long was a superb fighter, clever and aggressive. കോബ്രയ്ക്ക്, മൂർഖന് കീരിയെക്കുറിച്ച് എന്തൊക്കെ അറിയാം? 3 അടി നീളമുള്ള കീരിയെക്കുറിച്ച് എന്തൊക്കെ അറിയാം? ആക്രമണ സ്വഭാവം കാണിക്കുന്ന സമർത്ഥനായ സൂപ്പർബ് ഫൈറ്ററാണ് അല്ലേ? അഗ്രസീവായ, ആക്രമണ സ്വഭാവം കാണിക്കുന്ന ക്ലവർ, സമർത്ഥനായ സൂപ്പർബ് ഫൈറ്ററാണ് ആര്? കീരി എന്ന കാര്യം കോബ്രക്ക്, മൂർഖനറിയാം എന്ന് പറയണം. ബട്ട് ദി കോബ്ര വാസ് സ്കിൽഫുൾ. പക്ഷേ കോബ്രയും കഴിവുള്ളവനാണ്. ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു, നല്ല പരിചയസമ്പന്നനായ പോരാളിയാണ്. കീരി എങ്ങനത്തെ ആളാണെന്ന് പറഞ്ഞാൽ സൂപ്പർബ് ഫൈറ്ററാണ്, ക്ലവറാണ്, എഗ്രസീവാണ്. അതേസമയം കോബ്രയോ, കോബ്ര സ്കിൽഫുള്ളാണ്, എക്സ്പീരിയൻസ്ഡ് ഫൈറ്ററും കൂടെയാണ് എന്നാണ് പറയുന്നത്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. വളരെ വേഗത്തിൽ ചലിച്ച് മിന്നൽ വേഗത്തിൽ കൊത്താനുള്ള കഴിവ് ആർക്കുണ്ട്? കോബ്രക്കുണ്ട്. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് were full of deadly venoms. കോബ്രയുടെ പല്ലിന് പിറകിലുള്ള അറയിൽ നല്ല മാരകമായ വിഷമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അങ്ങനത്തെ കോബ്രയും കീരിയുമാണ് ഇവിടെ മുഖാമുഖം കണ്ടുമുട്ടുന്നത്.